ഖുർആൻ ചരിത്രഭൂമിയിലൂടെ എന്ന ഈ യാത്ര ജോർദാനിലെത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ വീഡിയോയിലൂടെ നിങ്ങൾ കണ്ടു കാണും. ഇന്ന് ഷുഐബ് നബി അലി ഇസ്ലാമിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട ഒരു സ്ഥലം സന്ദർശനത്തിലാണ് ഞങ്ങളിപ്പം യാത്ര തുടരുന്നത്. ഷുഐബ് നബി അലി ഇസ്ലാമിൻ്റെ മകൾക്ക് മൂസാ നബി അലി ഇസ്ലാം വെള്ളം കോരി കൊടുത്തിരുന്ന സ്ഥലവും അതിനോടനുബന്ധിച്ച കുറേ കാര്യങ്ങളും ചരിത്രവുമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. നിറയെ ആളുമായിട്ട് ബസ്സിന് ഈ കയറ്റം കയറാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളൊരു കാര്യം ചെയ്ത് ഞങ്ങൾ കുറച്ച് പേര് ഇങ്ങോട്ടേക്ക് നടന്നു. കുട്ടികളും സ്ത്രീകളും ഒക്കെ ആയിട്ട് ബസ് കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ്. മൂസാ നബി അലി ഇസ്ലാം ഈജിപ്തിൽ നിന്ന് ഇവിടെ എത്താനുണ്ടായ ഒരു കാര്യം കൂടി ആ ചരിത്രത്തിൽ പറഞ്ഞുകൊണ്ട് നമ്മുടെ യാത്രയുടെയും അതുപോലെ തന്നെ ഷുഐബ് നബി അലി ഇസ്ലാമിൻ്റെ ചരിത്രത്തിലേക്ക് നമുക്ക് പോകാം. ഈജിപ്തിൽ നിന്നുള്ള കിബ്തിയുടെ ഒരു മരണവുമായി ബന്ധപ്പെട്ട് മൂസാ നബി അലി ഇസ്ലാം ഈജിപ്തിൽ നിന്ന് ജോർദാനിലേക്ക് നാട് വിട്ട് വരികയായിരുന്നു. ആ വരുന്ന വഴിയിലായിരുന്നു ഇവിടെ വെച്ച് ഷുഐബ് നബി അലൈഹി സ്വലാമിൻ്റെ മക്കളെ കാണുകയും അവർക്ക് വെള്ളം കോരി കൊടുക്കുകയും ചെയ്ത് സഹായം ചെയ്ത് കൊടുക്കുകയും ചെയ്തത്. എത്ര തോട്ടങ്ങളും അരുവികളുമായാണ് അവർ വിട്ടേച്ചു പോയത്. എത്ര സുന്ദരമായ താമസ സ്ഥലങ്ങൾ, കൃഷിയിടങ്ങൾ എന്തെല്ലാമാണ് അവർ വിട്ടേച്ചു പോയത്. അവർ ഉല്ലസിച്ച് ജീവിച്ചിരുന്ന അനുഭവിച്ചിരുന്ന എത്ര അനുഗ്രഹങ്ങൾ അവർ വിട്ടേച്ചു പോയി. നിങ്ങൾ കാണുന്നില്ലേ? അതൊന്നും അവരെ നോക്കി കരയാനോ അവർക്ക് വേണ്ടി വിലപിക്കാനോ ഭൂമിയിലാരും ഉണ്ടായില്ല. ഓലൊക്കെ പോയ മാതിരി നിങ്ങളും പോകും എന്ന് ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് മനുഷ്യൻ ഭൂമിയിൽ ശാശ്വതനല്ല. ഷുഐബ് നബി അലൈഹി സ്വലാമിന്റെ സമൂഹം താമസിച്ച താഴ്വരയാണ്. ഇനി നമ്മൾ കണ്ട ചരിത്രത്തിലേക്ക് വരാം. മൂസാ നബി അലൈഹി സ്വലാം ഫിർഔന്റെ കിബ്തിയെ കൊന്നില്ല. ഇവിടുന്ന് ഈജിപ്തിൽ നിന്ന് കൊന്നിട്ട് പേടിച്ചു പോന്നല്ലോ. പിടിക്കപ്പെടും തോന്നിയപ്പോ പേടിച്ചു പോന്ന് മഹാനഗറിൽ ഇവിടെ ഒരു വൃക്ഷത്തിന്റെ ചുവട്ടിൽ എത്തിച്ചേർന്നു എന്നാ. ആ വൃക്ഷത്തിന്റെ ചുവട്ട്, ആ വൃക്ഷം ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കണം. ആ വൃക്ഷം നശിച്ചു പോയിട്ടുണ്ടാവും. ഇങ്ങനെ ഇരിക്കുകയാണ്. ദുആ ചെയ്തതിനെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്, റബ്ബിലിമാ അൻസൽത ഇലൈഹി മിൻ ഖൈരിൻ ഫഖീർ. പടച്ചോനെ, നീ എനിക്ക് ഇറക്കി തരുന്ന എല്ലാ നന്മക്കും ഞാൻ ആവശ്യമുള്ള ആളാ റബ്ബേ. ഇപ്പോ അല്ലാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് മൂസാ നബി അലൈഹി സ്വലാം കാണുന്നത് കുറെ ആളുകൾ, ഷുഐബ് നബി അലൈഹി സ്വലാമിന്റെ ജനത ആളുകൾക്ക് വെള്ളം കുടിപ്പിക്കുന്ന സ്ഥലമായിരുന്നു ഇത് എന്നാണ്. വെള്ളം കുടിപ്പിക്കുന്ന, മൃഗങ്ങൾക്ക് വെള്ളം കുടിപ്പിക്കുന്ന സ്ഥലമായിരുന്നു. മദിയൻ ഷുഐബ്. മുള്ളുണ്ട്. റിസ്ക് പിടിച്ച ഇറക്കമാണ്. ശ്രദ്ധിച്ച്, മുള്ളുണ്ട് കേട്ടോ. ഇതാണോ ഗുഹ? അല്ല, പ്രായമുള്ള ഷുഐബ് നബി പ്രബോധനം നടത്തിയ സ്ഥലമാണിത്. അതിൻ്റെ താഴ്വരത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇന്ന് തന്നെ ഇപ്പം നമുക്കിവിടെ ഇവിടത്തേക്ക് നടന്നെത്താൻ വളരെ വിഷമം തോന്നുന്നുണ്ട്. അന്ന് ശരിയായൊരു വഴിയോ കാര്യങ്ങളോ ഇല്ലാത്ത ആ സമയത്തൊക്കെ ആളുകൾ ഇവിടെ ജീവിച്ചു. ഷുഐബ് നബിയൊക്കെ ഇവിടെ പ്രബോധനം നടത്തി. മൂസാ നബി 10 വർഷത്തോളം ഇവിടെ ഷുഐബ് നബിയുടെ കൂടെ താമസിച്ചു. അവരൊക്കെ വെള്ളമെടുക്കാനൊക്കെ വന്നു എന്നൊക്കെ ഉള്ള ചരിത്രങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോഴും അല്ലെങ്കിൽ തന്നെ പ്രഭാഷണത്തിലൂടെ കേൾക്കുമ്പോഴൊക്കെ അത്ഭുതം തന്നെയാണ്. അൽഹംദുലില്ലാഹ് ഇവിടേക്ക് എത്താൻ പറ്റുമല്ലോ. നബി അലൈഹി സ്വലാം ഷുഐബ് നബിയുടെ മക്കൾക്ക് വെള്ളം എടുത്ത് കൊടുത്തിരിക്കുന്നത്. ഇവിടുന്നാണ് വെള്ളം എടുത്ത് കൊടുത്തത്. അതാണോ ഇത്? ഇപ്പൊ ഒരു കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് കിണറാണ്, ആ കാലത്ത് ഉപയോഗിച്ചതാണോ എന്നറിയില്ല. ഒന്നുകൂടെ നമുക്ക് തോന്നുന്നത് അതായിരിക്കാനാണ് സാധ്യത. എന്തുകൊണ്ടെന്നാ അങ്ങോട്ട് മാത്രമല്ല, അങ്ങോട്ട് ഇറങ്ങി കയറുക എന്നുള്ള ഒരു സ്വഭാവം കൂടെ നോക്കുമ്പോഴേ അതായിരിക്കാനാണ് സാധ്യത. മൃഗങ്ങളെ, ആടുകളെ, പശുക്കളെ ഒക്കെ കൊണ്ട് അങ്ങോട്ട് ഇറങ്ങി വെള്ളം കുടിപ്പിച്ച് തിരിച്ചു വരും. മൂസാ നബി ഇങ്ങനെ കാണുന്നുണ്ട്. മാറി നിൽക്കുന്നു.
വേറുള്ള ആളുകളൊക്കെ തിക്കും തിരക്കൊക്കെ കൂടിയിട്ട് വേറുള്ള ആളുകളെ തിക്കും, നിങ്ങൾക്ക് മനസ്സിലായില്ല? വേറുള്ള ആളുകളെല്ലാം തിക്കും തിരക്കും കൂടിയിട്ട് എന്നാ വെച്ചാൽ ഞാൻ ആദ്യം കയറി തിക്കും തിരക്കും കൂടിയിട്ട് വേറൊരു വെള്ളം കുടിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ രണ്ട് പെൺകുട്ടികൾ മാന്യമായി മാറി നിൽക്കുന്നു. മൂസാ നബി അലൈഹി സ്വലാം ഇങ്ങനെ പഠിച്ചവനോട് പേടിച്ചിട്ട് വരുന്നുണ്ടിരിക്കല്ലേ. അത് കണ്ടപ്പോ മൂസാ നബിക്ക് ഒരു കരുണ തോന്നി. മൂസാ നബി വന്നിട്ട് ചോദിച്ചു, എന്തെങ്കിലും മാറിക്കണമെന്ന് വെച്ചു. അപ്പൊ പറഞ്ഞു, ഓലമാതിരി തിക്കിത്തെടുക്കാൻ ഞങ്ങൾക്ക് പറ്റൂല, ഞങ്ങളെ വാപ്പ മാന്യനാണ്, വലിയൊരു മഹാനാണ്. സ്മെല്ലുണ്ടോ? കുറെ എന്തൊക്കെ വേസ്റ്റ് കിട്ടില്ല. മനസ്സിലായില്ലേ? വാപ്പാരെ പരിഗണിച്ചിട്ട് മക്കൾ എന്താവണം? നന്നാവണം എന്നതിനർത്ഥം. വാപ്പ മാജി പ്രസിഡന്റ് ആണെങ്കിലും മോൻ അങ്ങനെ കള്ളുടനാണെന്ന് പറ്റൂല. അപ്പൊ ആൾക്കാർ പറയും, ആ പ്രസിഡന്റ് അയാളെ പിടിച്ച് പ്രസിഡന്റ് ആക്കിയപ്പോ പറയും സമൂഹത്തിലില്ല, ഞങ്ങളെ വാപ്പൊരു മാന്യനാണ്, അതുകൊണ്ട് മാറിക്കാണ്. മൂസാ നബി ആ മൃഗത്തെ പിടിച്ച് വെള്ളം കുടിപ്പിച്ച് തിരിച്ചേൽപ്പിച്ചു. നബി അലൈഹി സ്വലാം അന്വേഷിച്ചു എന്നാണ്. അപ്പൊ ഇവര് പറഞ്ഞു, ഒരു മാന്യനായ ആള് ഞങ്ങൾക്ക് വെള്ളം കുടിക്കാൻ സഹായിച്ചു, ഇതൊരു മാന്യനാണ് ഞങ്ങൾക്ക് അയാൾക്ക് കണ്ടപ്പോ തോന്നി. എന്റെ വാപ്പ് പറഞ്ഞു, നിങ്ങൾ പോയിട്ട് വല്ല വിളിച്ചു മതി, നിങ്ങളോട് ആ നന്മ കാണിച്ച ആൾക്ക് ഒരു പ്രതിഫലം കൊടുക്കണം. ഒരു നന്മ ചെയ്ത് സന്തോഷിപ്പിക്കാൻ ഭയങ്കര കൂടിയാണ്. അപ്പൊ ഷുഐബ് നബി അലൈഹി സ്വലാമിനെ വിളിച്ചു കൊണ്ടുവന്നപ്പോ മൂസാ നബിക്ക് ശരിക്കും ഷുഐബ് നബി സ്വലാമിന്റെ വീട്ടിലുള്ള വഴിയൊന്നുമില്ലല്ലോ, അത് ഇല്ല. മൂസാ നബിയെ മുമ്പിൽ നടത്തി പെൺകുട്ടികൾ പിന്നിൽ ചരിത്രത്തിലെ മര്യാദ പഠിപ്പിക്കാൻ പിന്നിൽ നടന്നു. അങ്ങനെ അവരെന്തായി നേരെ വീട്ടിലേക്ക് ചെന്നു. ഷുഐബ് നബി ഇസ്ലാമിന്റെ വീട്ടിലെത്തി സംഭവങ്ങളെല്ലാം പറഞ്ഞു. അവിടെ താമസിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തു. ഷുഐബ് നബി ഇസ്ലാം പറഞ്ഞു, നിങ്ങൾക്കൊരു സമ്മാനം, എന്റെ മക്കൾക്ക് ചെയ്തെടുക്കൊരു നന്മക്ക് നിങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി വിളിച്ചാൽ ഞാൻ സമ്മാനം തരാൻ, ഞാൻ നൽകാൻ ഉദ്ദേശിക്കുന്ന സമ്മാനം, എന്റെ ഏറ്റവും പ്രിയപ്പെട്ട മോളുണ്ട്, ആ മോളെ നിങ്ങൾക്ക് കല്യാണം ചെയ്തു തരാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. കല്യാണം തന്നെ അങ്ങനെയാണ് കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പൊ പറഞ്ഞു, 10 കൊല്ലം നിങ്ങൾ ഇവിടെ നിൽക്കണം, എന്റെ വീട്ടിൽ നിന്ന് ഇവിടുത്തെ കാര്യങ്ങളും ഒക്കെ ശ്രദ്ധിച്ച് നിങ്ങൾ ഇവിടെ ഉണ്ടാവണം. എന്തിനാ മൂസാ നബി അലൈഹി സ്വലാമിനെ 10 കൊല്ലം ഇവിടെ നിർത്തിയത്? ഷുഐബ് നബി അലൈഹി സ്വലാം പ്രവാചകനാണ്. ആ ഷുഐബ് നബി എങ്ങനെയാണ് തന്റെ സമൂഹത്തെ വളർത്തുന്നത്, തന്റെ സമൂഹത്തിന് വേണ്ടതൊക്കെ എങ്ങനെ ചെയ്തു കൊടുക്കുന്ന ഒരു പ്രവാചകൻ എങ്ങനെ ഒരു സമൂഹത്തിൽ ഇടപഴകണം എന്ന് പഠിപ്പിക്കാനാണ് അല്ലാഹു അവിടെ നിങ്ങോട് കൊടുത്തിട്ട് ഷുഐബ് നബി അലൈഹി സ്വലാമിന്റെ കൂടെ 10 കൊല്ലം നിർത്തിയത്. അപ്പൊ ഇത് വേറൊരു പാടുണ്ട്, കുഞ്ഞുമക്കളൊക്കെ നല്ലോടെ കൂടെയാണ് നമ്മൾ നിർത്തേണ്ടത്. അനസ് ഉമ്മ റസൂലുള്ളാഹിക്ക് കൊടുത്തതാണ്. അതാണ് ആ അനസ് ലോക ചരിത്രത്തിൽ അറിയപ്പെട്ടത്. അങ്ങനെ മൂസാ നബി അലൈഹി സ്വലാം പിന്നെ ഇവിടുന്ന് 10 കൊല്ലം കഴിഞ്ഞ് ഭാര്യയുമായി തിരിച്ചു പോകുന്ന സമയത്താണ് തൂരിശീലിന്റെ അടുത്തുനിന്ന് നമ്മൾ ആ വൃക്ഷം കണ്ടില്ലേ, അവിടുന്ന് ആ വെളിച്ചം കണ്ടു, അവിടെ നല്ല സംസാരിച്ചു, നുബൂവത്ത് കൊടുത്തു എന്നൊക്കെ പറഞ്ഞ സംഭവം. ഇതാണ് മദിയൻ, ഷുഐബ് നബി അലൈഹി സ്വലാമിന്റെ മദിയൻ എന്ന് പറയുന്ന താഴ്വര. മനസ്സിലായല്ലോ? അപ്പൊ നമ്മൾ വന്ന് നന്നെങ്കിൽ വിഷമായി തോന്നിയോ? നടക്കാൻ പറ്റാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ചെറിയ ബസ്സില്ലേ, അത് ഇവിടുന്ന് ഷട്ടിൽ അടിക്കണം അങ്ങോട്ട് പോകും. അപ്പൊ നിങ്ങൾക്ക് നടക്കാൻ പറ്റാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ $1 കൊടുത്ത് നിങ്ങൾക്ക് ബസ്സിൽ കയറി അവിടെ എത്താൻ പറ്റും. മനസ്സിലായല്ലോ? ഞാൻ നടക്കുകയാണ്, എന്റെ കൂടെയുള്ള ആരോഗ്യമുള്ള ചെറുപ്പക്കാർക്കൊക്കെ നടക്കാൻ കഴിയുന്ന ഞാൻ വിചാരിക്കുന്നത്. എല്ലാത്തവർക്ക് ബസ് ആശ്രയിക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് എല്ലാവരോടും അവിടെ നിന്നാല് ഇവിടുന്ന് ഒരു നടത്ത മത്സരം നടത്താം. ആരാവിടെ ഇഷ്ടം നോക്കാൻ സമ്മാനം ഉണ്ടാവില്ല. മൂസാ നബി അലൈഹി സ്വലാം ഷുഐബ് നബിയുടെ മൂത്ത മകളെ വിവാഹം കഴിച്ച് 10 വർഷം ഈ താഴ്വരയിൽ ഷുഐബ് നബിയോടൊപ്പം താമസിച്ചു എന്നാണ് ചരിത്രം. ജോർദാനിലുള്ള ഒരുപാട് വീഡിയോയുമായിട്ട് പിന്നീട് വരാം. അതുപോലെ തന്നെ സൂറത്തുൽ കഹ്ഫിൽ ഞങ്ങൾ പാരായണം ചെയ്തിട്ടുള്ള 7 യുവാക്കൾ ഉറങ്ങിയിട്ടുള്ള ഗുഹ, അതുപോലെ തന്നെ ഷുഐബ് നബി അലൈഹി സ്വലാമിൻ്റെ മഖാമ്, പിന്നെ ഡെഡ് സീ ചാവുകടൽ, അങ്ങനെയുള്ള വീഡിയോകളുമായിട്ട് തീർച്ചയായും ഇൻഷാ അല്ലാഹ് തുടർന്ന് വരാം. ഈ വീഡിയോ തൽക്കാലം ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഞാൻ ഹാരിസ് അബ്ദുള്ള, ഹാരിസ് ഓൺ നെറ്റ്.